ഹലോ, ഹായ്. ദിസ് ഇസ് മീ ഫിദ. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി കിബ്സന്റെ ഗോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ബ്ലോക്ക് 1 ഇൻ ദ ഹോൾ സിലബസ്. സോ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ഹെൻറി കിബ്സൺ ലൈഫ് ടൈംസ് വർക്ക്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് 1 നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത് അത്യാവശ്യം ഉണ്ട്. ഒരു 10ഓളം ടോപ്പിക് ആ ഒരു യൂണിറ്റിൽ തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യാം. അതില് ഫസ്റ്റ് പാർട്ടിനും ദെൻ ദ ലാസ്റ്റ് 5 നമുക്ക് സെക്കൻഡ് പാർട്ടിനും ഡിസ്കസ് ചെയ്യാം. അപ്പൊ യൂണിറ്റ് 1 ഹെൻറി കിബ്സൺ ലൈഫ് ടൈംസ് വർക്ക്സ്. അതില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് 5 ടോപ്പിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ, ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി ലൈഫ്, കെയ്ൻ ആൻഡ് ജർപ്പൻ, യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, കെയ്ൻ ആൻഡ് ജിൻസ്റ്റാറ്റ്, ഏർലി കരിയർ, ക്രിസ്ത്യാനിയ ആൻഡ് ബർഗൻ, ദ സ്ലോ റൈസ്, 7 years in Christiania. Then the last 4, that is the mature years, exile in Italy, the golden years, exile in Germany, Ibsen's innovation, writing to be read, Ibsen's legacy, നമുക്ക് next video ഡിസ്കസ് ചെയ്യാം. So, introduction. Henrik Ibsen was born around 1828 and died around 1906. So, 1828 തൊട്ട് 1906 വരെയുള്ള കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. He was a native in Norwegian writer ആണ് ഹെൻറിക് കിബ്സൺ. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ വർക്ക്സ്, അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഓൾ വർക്ക്സ്, ലൈക്ക് എവറിത്തിങ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ every works was influencing his native country നോർവേ ആസ് വെൽ ആസ് യൂറോപ്പ്. അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിനും അദ്ദേഹത്തിന്റെ വർക്ക്സ് കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് ഒരുപാട് കോൺട്രവേഴ്സീസും സ്കാൻഡൽസും ഒക്കെ അറൈസ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സിലും എപ്പോഴും സോഷ്യൽ ഹൈറാർക്കീസിനെയും സ്റ്റീരിയോ ടൈപ്സിനെയും ചലഞ്ച് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി ലൈഫ്, കെയ്ൻ ആൻഡ് ജർപ്പൻ. ഇതില് നമുക്ക് പറയാനുള്ള ഇബ്സൻസ് ആൻസിസ്റ്റേഴ്സ് വർ സീഫയറിംഗ് പീപ്പിൾ ആൻഡ് ബിസിനസ് മാൻ വിത്ത് സ്കോട്ടിഷ്, ഡാനിഷ് ആൻഡ് ജർമ്മൻ ഹെറിറ്റേജ്. നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ലൈഫാണ്. അപ്പൊ ഇബ്സൻസിന്റെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ എപ്പോഴും സീഫയറിംഗ് പീപ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്കോട്ടിഷ്, ഡാനിഷ്, ജർമ്മൻ ഹെറിറ്റേജ് ആൻസിസ്റ്റേഴ്സിനുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് ക്നൂത്ത് ഇബ്സൻ. He came from a prosperous lumber business family in Skane, Norway. നോർവേയിലെ സ്കെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ബഡ ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഫാദർ ക്നൂത്ത് ഇബ്സൻ വന്നിരുന്നത്. Skane was a bustling port town known for trading in wood and iron with a vibrant social life and cultural events. ഈ സ്കെയിൻ എന്ന് പറഞ്ഞ ടൗൺ ഒരു പോർട്ട് ടൗൺ, എവിടെ നോർവേയിലെ ഒരു പോർട്ട് ടൗൺ ആണ്. അവിടെ ഫേമസ് ഫോർ ട്രേഡിങ് ഇൻ വുഡ്, അയൺ, മരം അതുപോലെ തന്നെ അയൺ ഒക്കെ ട്രേഡ് ചെയ്യുന്നതിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇവന്റ്സ് നടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു സ്കെയിൻ. ഇബ്സന്റെ മദറിന്റെ പേര് മാരിഷ്യൻ അൾട്ടൻബർഗ്. ഹാഡ് ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ബട്ട് വാസ് പെർസ്വാഡഡ് ടു മാരി ക്നൂത്ത് ഫോർ ഹിസ് വെൽത്ത്. ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവും ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ മദറായ മാരിഷ്യൻ അൾട്ടൻബർഗ്. ബട്ട് ഷി വാസ് കമ്പൽഡ് ടു മാരി ക്നൂത്ത് ഫോർ ഹിസ് വെൽത്ത്. അദ്ദേഹത്തിന്റെ വെൽത്ത് കണ്ടിട്ട് ക്നൂത്തിനെ കല്യാണം കഴിക്കേണ്ട ഒരു ക്നൂത്തിനെ കല്യാണം കഴിക്കൽ ഒരു നിർബന്ധമുള്ള കാര്യമായിട്ട് മാറി ആരുടെ ലൈഫില്, മാരിഷ്യൻ അൾട്ടൻബർഗിന്റെ ലൈഫിൽ. Knud was a successful businessman and ran a general store in Skane, while Marish inherited a distillery. Knud എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്കീനിൽ ഒരു ജനറൽ സ്റ്റോർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ മാരിഷ്യൻ അൾട്ടൻബർഗ് ഇൻഹെറിറ്റഡ് എ ഡിസ്റ്റിലറി. ഡിസ്റ്റിലറി എന്ന് പറയുന്നത് നമ്മള് ലിക്വർ, ആൽക്കഹോൾ പോലുള്ള ബിവറേജസ് വാറ്റിയെടുക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഡിസ്റ്റിലറി എന്ന് പറയുന്നത്. ഡിസ്റ്റിലറി ഇൻഹെറിറ്റ് ചെയ്തിരുന്നു. ഫാമിലി ഇൻഹെറിറ്റൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ മദറായ മാരിഷ്യൻ ആൾട്ടൻബർഗിന് ഡിസ്റ്റിലറി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദ ഫാമിലി എൻജോയ്ഡ് എ ചാംഡ് ലൈഫ് വിത്ത് ലാവിഷ് പാർട്ടീസ് ആൻഡ് എ ലാർജ് ഹൗസ്, ബട്ട് ഫിനാൻഷ്യൽ ട്രബിൾസ് ലെഡ് ടു ദ ഡീസെന്റ് ഇൻ ടു പോവർട്ടി. അവരുടെ ആദ്യത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാംഡ് ലാവിഷ് പാർട്ടീസ് ഒക്കെ ഉള്ള ലൈഫായിരുന്നു, വലിയ ഹൗസ് ആയിരുന്നു. പക്ഷെ ഒരുപാട് ഫിനാൻഷ്യൽ ട്രബിൾസ് പിന്നെ വന്നു, അതൊക്കെ അവരുടെ പോവർട്ടിയിലേക്ക് നയിച്ചു. They moved to a smaller town called Jerpen and lived frugally in Wenstop house. പിന്നെ അവര് ഈ ഒരു പോവർട്ടി കാരണം ജർപ്പൻ എന്ന് പറഞ്ഞ ഒരു സ്മോൾ, ഒന്നുകൂടെ ചെറിയ ടൗണിലേക്ക് മാറി. അവിടെ അദ്ദേഹത്തിന്റെ വീടിന് അറിയപ്പെടുന്ന പേരാണ് വെൻസ്റ്റോപ്പ്. അങ്ങനെ വെൻസ്റ്റോപ്പ് ഹൗസിൽ ജീവിക്കൽ ആരംഭിച്ചു. Ibsen's childhood experiences influenced his work as a dramatist with the themes of unhappy marriages and social cruelty. അദ്ദേഹത്തിന്റെ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വാസ് നോട്ട് നൈസ്. ലൈക്ക് ഒരുപാട് സഫർ ചെയ്തിട്ട്
വന്ന ആളാണ്. ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഇബ്സന്റെ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അദ്ദേഹത്തിന്റെ ഓരോ വർക്കിലും ആസ് എ ഡ്രമാറ്റിസ്റ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ വർക്കിലും തീംസ് ആയിട്ട് അൺഹാപ്പി മാരേജസ്, സോഷ്യൽ ക്രുവാലിറ്റി ഒക്കെ ആയിട്ട് റിഫ്ലക്ട് ചെയ്തു. His memories of his family's fall from grace and the hypocrisy in society shaped his portrayal of tormented and human characters. അതിന്റെ ഓരോ ഡ്രാമയിലുള്ള ക്യാരക്ടേഴ്സും ഭയങ്കര ടോർമെന്റഡ് ആൻഡ് ഒരുപാട് സഫർ ചെയ്യുന്ന ട്രൊമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇത്തരം ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ ഈ ഫാമിലീസ് ഫോള്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് ഹിപ്പോക്രസി, അതിന്റെ ഒക്കെ മെമ്മറീസ് ആണ് ഇത്തരം ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യാൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തിരുന്നത്. The settings in his plays may have been inspired by the house and school near Wednesday. ഒരു ഈ ഡ്രാമാസിലെ അധികം തിങ്സും ഇൻസ്പയർ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഈ വെൻസ്റ്റോപ്പ് ഹൗസ്, അതുപോലെ തന്നെ അതിനടുത്തുള്ള വീടുകള്, അതിനടുത്തുള്ള സ്കൂള് ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്കീം ആൻഡ് ഗ്രീൻ സ്റ്റാർ. ഇതിൽ നമ്മൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കാലഘട്ടമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇബ്സൺ അറ്റൻഡഡ് എ സിമ്പിൾ പ്രൈവറ്റ് സ്കൂൾ ഇൻ ജർപ്പൻ, എ സ്മാൾ മൈനിങ് ടൗൺ, ബട്ട് ഹിസ് മോസ്റ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ് വർ വിസിറ്റ്സ് ടു ഹിസ് ഫാദേഴ്സ് എംപ്ലോയേഴ്സ് പ്രൈവറ്റ് ലൈബ്രറി. സോ അവിടെ ജർപ്പൻ എന്ന് പറഞ്ഞ ഈ ചെറിയ ടൗണിലേക്ക് അദ്ദേഹം മാറിയതിനു ശേഷം അദ്ദേഹം ഒരു സിമ്പിൾ പ്രൈവറ്റ് സ്കൂളാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ ഈ സ്കൂളിലുള്ളതൊന്നും അല്ല മോസ്റ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ് എപ്പോഴും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഒരു എംപ്ലോയറിന്റെ പ്രൈവറ്റ് ലൈബ്രറിയിൽ പോയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ആണ്. പിന്നെ ഡ്യൂ ടു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഇബ്സൺ couldn't afford the fee to attend a Latin school which was necessary for university education. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റമാണ് ലാറ്റിൻ സ്കൂളിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. ഈ ലാറ്റിൻ സ്കൂൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണത്താൽ അദ്ദേഹം ലാറ്റിൻ സ്കൂളും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. Despite his intelligence and talent, Ibsen realized he wouldn't be able to pursue higher education. അദ്ദേഹത്തിന് ഇത്രയും ഇന്റലിജൻസും ടാലന്റും ഉണ്ടായിട്ട് പോലും അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അദ്ദേഹം എത്തി. Ibsen's idyllic childhood turned into a nightmare as his family faced poverty and social ostracization. ഈ ചൈൽഡ്ഹുഡ് ഇഡ്ലിക് എക്സ്പീരിയൻസസ് ഒക്കെ ഒരു പേടി സ്വപ്നമായി മാറി. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഫാമിലി ഒന്നുകൂടെ പോവർട്ടി, അതുപോലെ തന്നെ സോഷ്യൽ ഓസ്ട്രസൈസേഷൻ എന്ന് പറഞ്ഞാല് സൊസൈറ്റിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടി വരിക, സോഷ്യലൈസേഷൻ ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തി. Ibsen's business ventures failed, leading to financial troubles and strained relationship within the family. പിന്നെ ഈ Ibsen അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിസിനസ് വെഞ്ചേഴ്സ് ഒക്കെ ഫെയിൽ ആയി തുടങ്ങി. അത് കൂടുതൽ ഫിനാൻഷ്യൽ ട്രബിൾസിലേക്ക് ലീഡ് ചെയ്തു. അതുപോലെ തന്നെ ഫാമിലിയിൽ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നു തുടങ്ങി. Henrik's loss in social standing became evident when he was denied a church honor due to his father's inability to pay the customary charge. ചർച്ച് ഹോണറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ഫാദറായ ഇബ്സന് കസ്റ്റമറി ചാർജ് പേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് മാത്രം ചർച്ച് ഹോണർ ഡിനൈ ചെയ്യപ്പെട്ട ഒരു സാഹചര്യം. അത്രയും ഫിനാൻഷ്യൽ പോവർട്ടി ആയിരുന്നു അദ്ദേഹം ആൻഡ് ഫാമിലി സഫർ ചെയ്തിരുന്നത് എന്നാണ് ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Henrik decided not to help his father in the family business and sought employment in Grimstad, 150 kilometers away, to gain independence and escape the tense atmosphere at home. ഹെൻറിക്ക് ഒരു കാര്യം തീരുമാനിച്ചു, ഫാമിലി ഗോയിങ് ത്രൂ എ പോവർട്ടി, സോ ആ ടൈമിൽ ഫാമിലി ബിസിനസ്സിലൊന്നും ഹെൽപ്പ് ചെയ്യണ്ട, ഒരു 150 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ടൗൺ ആയ ഗ്രിംസ്റ്റാഡിൽ പോയിട്ട് അദ്ദേഹം താമസം ആരംഭിച്ചു. എന്തിന്? ടു ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രീഡം നേടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വീട്ടിലുള്ള ഈ ഒരു ടെൻഷൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഇൻ Grimstad, Ibsen made friends and gained a reputation for sarcasm and a critical eye for social policy. ഗ്രിംസ്റ്റാഡിൽ അദ്ദേഹം ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരുപാട് തമാശ സർക്കാസം പറയുന്ന കാര്യത്തിലായാലും സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് സോഷ്യൽ പോളീസ് എന്ന് പറയുന്ന ഫൂളിഷ്നെസ് ആണ്. സോഷ്യൽ ഫൂളിഷ്നെസ്സിനൊക്കെ ക്രിറ്റിക്കലി നോക്കിക്കണ്ടു തുടങ്ങി. He studied Latin and became fascinated by the writings of Cicero, particularly the story of Catiline, which inspired his first play, Catiline, 1850. അതിന്റെ first play ആയ Catiline, which was published around 1850. അത് ഇൻസ്പയർ ചെയ്തത് കാറ്റ്ലൈൻ എന്ന സിസെറോ എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയ കാറ്റ്ലൈൻ എന്ന് പറഞ്ഞ സ്റ്റോറി ആണ്.
അദ്ദേഹം അത് റീഡ് ചെയ്യാൻ കാരണം ഹി സ്റ്റഡീഡ് ലാറ്റിൻ. അങ്ങനെ ക്വീൻസ്ലാൻഡിലെത്തിയതിന്റെ ശേഷം അദ്ദേഹം ലാറ്റിൻ പഠിച്ചു. ഡ്യൂറിംഗ് ഹിസ് അപ്രന്റൈസ്ഷിപ്പ്, ഇബ്സൺ had an affair with the apothecary maid, resulting in an illegitimate child and financial struggles to pay maintenance. അപ്രന്റൈസ്ഷിപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു അപ്പോത്തിക്കറി മെയ്ഡുമായിട്ട് അഫെയർ ഉണ്ടായി. ആൻഡ് അതൊരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ഉണ്ടാവാൻ കാരണമായി. അത് കൂടുതൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലേക്ക് ലീഡ് ചെയ്തു. കാരണം ഈ കുട്ടിയുടെ മെയിൻ്റെനൻസിനും കൂടെ ഫിനാൻഷ്യലി പൈസ ആവശ്യം വന്നു തുടങ്ങി. അപ്പൊ കൂടുതൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വന്നു അദ്ദേഹത്തിന്റെ ലൈഫിൽ. Ibsen's treatment of sexual desire in his plays is often ambiguous, portraying it as destructive or disruptive. അദ്ദേഹത്തിന്റെ പ്ലേസിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സെക്ഷൽ ഡിസയറിന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും ആംബിഗസ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം അതെപ്പോഴും ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ്, നമ്മളെ നശിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് സെക്ഷൽ ഡിസയർ അദ്ദേഹം എപ്പോഴും പോർട്രേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് maybe his life. In 1847, Ibsen obtained his license as an apothecary but decided to pursue writing as a career. കാരണം 1847 അദ്ദേഹം അപ്പോത്തിക്കറി ലൈസൻസ് നേടിയെടുത്തു. അപ്പോത്തിക്കറി എന്ന് പറയുന്നത് ആ ഒരു 19th സെഞ്ച്വറിയിലെ ഫാർമസിസ്റ്റിനെയാണ്, ലൈക്ക് മെഡിസിൻ ആയിട്ട് കണക്ട് ചെയ്ത ജോബാണ് അപ്പോത്തിക്കറി. അന്ന് 1847 അദ്ദേഹം അപ്പോത്തിക്കറി ലൈസൻസ് നേടിയെടുത്തു. പക്ഷേ he wasn't able to pursue that career കാരണം അദ്ദേഹം more interested in writing as a career ആയിരുന്നു. He traveled to Christiania, ഇന്നത്തെ ഓസ്ലോ, the capital city, with the intention of studying in the university. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന ഇന്റൻഷനോട് കൂടി ക്യാപിറ്റൽ സിറ്റി ആയ ഇന്നത്തെ ഓസ്ലോ, അന്നത്തെ ക്രിസ്ത്യാനിയയിലേക്ക് ട്രാവൽ ചെയ്തു. This decision marked a turning point in his life, leaving behind the stress of his parents, failed relationship, poverty and social humiliation associated with the state instead. അദ്ദേഹം നിന്ന 2 ടൗൺ ആണ് സ്പെയിൻ ആൻഡ് ഗ്രിൻസ്റ്റാഡ്. അവിടൊക്കെ അസോസിയേറ്റ് ചെയ്തിരുന്ന ഈ സോഷ്യൽ ഹ്യൂമിലിയേഷൻ ആയാലും പോവേർട്ടി ആയാലും അതിന്റെ പാരന്റ്സിന്റെ ഫെയിൽഡ് റിലേഷൻഷിപ്പിന്റെ ഒക്കെ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ ഓസ്ലോയില് പുതിയ ജീവിതം ആരംഭിച്ചു തുടങ്ങി. Ibsen's memories and emotions from his past experiences served as inspiration for his creative work, with the traces of these experiences evident in almost every play he wrote. അദ്ദേഹം എഴുതിയ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിലും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസിന്റെ ട്രേസസ് കാണാം. അതായത് ഇത്തരം അനുഭവത്തിൽ നിന്നുള്ള മെമ്മറീസും ഇമോഷൻസും ഒക്കെ എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അദ്ദേഹം റൈറ്റിംഗിൽ യൂസ് ചെയ്യാറുണ്ട്. He carried a sensitivity to social slights and spent his life seeking fame and fortune to heal his psychological wounds and overcome social insecurity. ഈ social insecurity overcome ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സൈക്കോളജിക്കൽ wounds ഒക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും ഫെയിം ആൻഡ് ഫോർച്യൂൺ സീക്ക് ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള ജീവിതം മുഴുവൻ നയിച്ചിരുന്നത്. ഫെയിമും ഫോർച്യൂണും ആയിരുന്നു അതിന്റെ മെയിൻ 2 ആവശ്യങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത് ഏർലി കരിയർ, ക്രിസ്ത്യാനിയ ആൻഡ് ബെർഗൻ. അദ്ദേഹത്തിന്റെ ഏർലി കരിയർ ആണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹി നൗ മൂവ്ഡ് ടു ക്രിസ്ത്യാനിയ for university education. അപ്പോ in Christiania, Ibsen joined a school that prepared students for the university entrance examination and became friends with John Stuart Johnson. ക്രിസ്ത്യാനിയയിൽ അദ്ദേഹം ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. The school was preparing students for the university entrance examination. യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു അവിടെ. അവിടെ ജോയിൻ ചെയ്തു ആൻഡ് he got a new friend. Ibsen didn't perform well in the entrance exam, but was allowed to attend university lectures as a student, not a scholar. എൻട്രൻസ് എക്സാമിൽ അധികം സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിനോട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാം ആസ് എ സ്റ്റുഡന്റ്, പക്ഷെ സ്കോളർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആസ് എ സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യാം എന്ന് ഒരു ഇതിൽ വന്നു. He became involved with the young intellectuals and started a satirical student paper called Agrimer, which was anti-establishment and pro-working class. അദ്ദേഹം യങ് ഇന്റലക്ച്വൽസ് ഒക്കെ ആയിട്ട് കൂടുതൽ ഇൻവോൾവ്ഡ് ആയി. അതുപോലെ തന്നെ ഒരു പുതിയ സാറ്ററിക്കൽ സ്റ്റുഡന്റ് പേപ്പർ, അതിന്റെ നെയിമാണ് ആൻഡ്രീമർ. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. അത് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് പ്രോ വർക്കിംഗ് ക്ലാസിനെ കുറിച്ചായിരുന്നു. പിന്നുള്ളത് Ibsen championed the cause of Norwegian nationalism and spoke passionately about the necessity of a national theatre. അദ്ദേഹം നോർവീജിയൻ നാഷണാലിസത്തിലൊക്കെ കൂടുതൽ ഇടപെട്ട് തുടങ്ങി. ആൻഡ് എപ്പോഴും അദ്ദേഹം സംസാരിച്ചിരുന്നത് ഒരു നാഷണൽ തിയേറ്ററിന്റെ ആവശ്യത്തിനെ കുറിച്ചായിരുന്നു. Ole Bull, a famous violinist, established a nationalist theatre in Bergen, and Ibsen spoke at a fundraising meeting for it. അവിടുത്തെ ഒരു ഫേമസ് വയലിനിസ്റ്റ് ആയ ഓൾ ബുള്ള് ഒരു നാഷണാലിസ്റ്റ് തിയേറ്റർ ബർഗനിൽ ആരംഭിച്ചു. അതിന്റെ ഫണ്ട് റൈസിംഗ് മീറ്റിംഗിൽ ഇബ്സൻ ആയിരുന്നു സംസാരിച്ചിരുന്നത്. Ibsen accepted Bull's offer to write exclusively
exclusively for the theatre due to financial difficulties and the need to pay maintenance for his illegitimate son. ഇബ്സന് ലൈക്ക് ഓൾ ബുൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്തു ഈ തിയേറ്ററിന് വേണ്ടി പ്ലേസ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ആ ഓഫർ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു ബിക്കോസ് he was having a lot of financial difficulties and he also had to maintain an illegitimate son. So അതിനു വേണ്ടി അദ്ദേഹം ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. In Bergen, Ibsen shared responsibilities with Herman Loding, a respected figure, and learned from him despite their disagreements. ബർഗനിൽ അദ്ദേഹം ഒരുപാട് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു വിത്ത് ഹെർമൻ ലോഡിംഗ് എന്ന് പറഞ്ഞ ഒരാളായിട്ട്. ഹി വാസ് എ റെസ്പെക്റ്റഡ് ഫിഗർ. he learned something from this Herman Loding despite their disagreement. ഒരുപാട് ഡിസഗ്രിമെന്റ്സ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, പക്ഷെ he learned something. Then the theatre board recognized Ibsen's diligence and increased his salary, providing him with a grant to travel in Europe and study സ്റ്റേജ് ക്രാഫ്റ്റ്. തിയേറ്റർ ബോണ്ട് അദ്ദേഹത്തിന്റെ ഡിലിജൻസ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാലറി ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്പിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നൽകി ആൻഡ് സ്റ്റഡി സ്റ്റേജ് ക്രാഫ്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. Ibsen traveled across Germany and Denmark, studying innovations in stage management, lighting techniques and acting methods. ഡെൻമാർക്കിലൂടെയും ജർമ്മനിയിലൂടെയും ഒക്കെ ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹം സ്റ്റേജ് മാനേജ്മെന്റ്, ലൈറ്റിംഗ് ടെക്നിക്സ്, ആക്ടിംഗ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചെടുത്തു. He returned to Bergen and produced and worked on numerous plays for the North Theatre, staging plays by other dramatists like Shakespeare and Eugene Scribe. Eugene Scribe പോലുള്ള മറ്റ് ഡ്രമാറ്റിസ്റ്റിന്റെ സ്റ്റേജിംഗ് പ്ലേസ് ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം ഒരുപാട് പ്ലേസ് എഴുതിയെടുത്തു, പ്രൊഡ്യൂസ് ചെയ്തു. Ibsen blended the French notion of a well-made play as entertainment with a German approach of character building and controlling the audience's response. ഇബ്സന് ഫ്രഞ്ച് നോഷനെയും അതുപോലെ തന്നെ ജർമ്മൻ അപ്രോച്ചിനെയൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് അദ്ദേഹം പ്ലേസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്യാരക്ടർ ബിൽഡിങ്, അതുപോലെ തന്നെ ഓഡിയൻസ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ ജർമ്മൻ അപ്രോച്ച്. അതുപോലെ തന്നെ ഫ്രഞ്ച് നോഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്റർടൈൻമെന്റ് ആണ്. ജർമ്മൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ബിൽഡിങ്ങും ഓഡിയൻസ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു he created plays. He wrote several plays in Bergen, including St. John's Night and the Lady Inger of Ostrat. But his first great success came with the Feast at Solhag. അദ്ദേഹം ഒരുപാട് പ്ലേസ് എഴുതി ബർഗനിൽ വെച്ചിട്ട്. എമംഗ് ദം സെന്റ് ജോൺസ് നൈറ്റ്, ലേഡി ഇംഗർ ഓഫ് ഓസ്ട്രാറ്റ് ഒക്കെ അതിലുള്ള പ്ലേസ് ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഗ്രേറ്റ് സക്സസ് ആയിട്ട് വന്നത് ഫീസ്റ്റ് അറ്റ് സൊൽഹാഗ് ആണ്. The success of the Bergen Theatre led to the establishment of a new theatre in Christiania, and Ibsen was invited to head it. ഈ ബർഗന്റെ സക്സസ് പുതിയൊരു തിയേറ്റർ ക്രിസ്ത്യാനിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായി. അത് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത് ഇബ്സനെ തന്നെ ആയിരുന്നു. Ibsen accepted the position and returned to Christiania in 1857. ഈ പൊസിഷൻ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. ക്രിസ്ത്യാനിയയിലേക്ക് 1857 അദ്ദേഹം തിരിച്ചെത്തി. നെക്സ്റ്റ് ടോപ്പിക് ദ സ്ലോ റൈസ് 7 years in Christiania. അദ്ദേഹത്തിന്റെ സ്ലോ റൈസിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. As creative director of the Norwegian Theatre in Christiania, Ibsen was tasked with establishing the national theatre and felt financially secure for the first time in his life. ക്രിസ്ത്യാനിയയിലെ ഒരു നോർവീജിയൻ തിയേറ്ററിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു നാഷണൽ തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തില്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫിനാൻഷ്യലി സെക്യൂർ ആയ ഒരു ടൈം കൂടെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. He married Susanna Thoresen and found inspiration in her for his plays The Vikings at Helgeland and Love's Comedy. Susanna Thoresen അദ്ദേഹം മാരി ചെയ്തു. ആൻഡ് പിന്നെ വന്ന അദ്ദേഹത്തിന്റെ 2 പ്ലേസ് ആയ ദ വൈക്കിങ്സ് അറ്റ് ഹെൽഗെലാൻഡിലും ലവ്സ് കോമഡിയിലൊക്കെ ഈ സൂസന്ന തൊറേസൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ. Ibsen faced financial difficulties, often not receiving his salary on time and accumulating debt. പിന്നെ വീണ്ടും ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലേക്ക് പോയി. ലൈക്ക് സാലറി ടൈമിന് കിട്ടാണ്ടായി. അങ്ങനെ ഡെപ്റ്റ് കുന്നുകൂടി വന്നു തുടങ്ങി. Then he began drinking heavily and became known as the drunken poet, even attempting suicide while drunk. അദ്ദേഹം ആൽക്കഹോളിക് അഡിക്റ്റ് ആയി, കുടിക്കാൻ നന്നായിട്ട് ആരംഭിച്ചു. ആൻഡ് പിന്നീട് അദ്ദേഹത്തിന് അറിയപ്പെടാൻ തുടങ്ങി ഡ്രങ്കൻ പോയറ്റ്. കുടിച്ചുകൊണ്ട് സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്ത ടൈം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. His friendship with Johnson turned bitter, with both disparaging each other. അദ്ദേഹത്തിന്റെ ജോൺസൺ എന്ന ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ബിറ്റർ ആയിട്ട് ആരംഭിച്ചു തുടങ്ങി. ലൈക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വന്നു തുടങ്ങി. Ibsen sought social
approval, but who was not accepted by the elite in Christiania due to his outspoken nature and dichotomy between his beliefs in social justice and desire for recognition. Ibsen sought social approval, but was not accepted by the elite in Christiania. ക്രിസ്ത്യാനിയിലുള്ള elite ഒന്നും അദ്ദേഹത്തിനെ accept ചെയ്തിരുന്നില്ല. Anyway, even though he approved, like അദ്ദേഹത്തിന് ഒരുപാട് social approvals ഉണ്ടെങ്കിൽ കൂടി ക്രിസ്ത്യാനിയിലെ elite classes അദ്ദേഹത്തെ accept ചെയ്തിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബിലീവ്സിലുള്ള ഡിക്കോട്ടമി, അതുപോലെ തന്നെ ഔട്ട്സ്പോക്കൺ നാച്ചർ ഒക്കെ ആയിരുന്നു. ഈ കൂടുതൽ ഫെയിം വേണം അല്ലെങ്കിൽ റെക്കഗ്നീഷൻ വേണം എന്നുള്ള ഒരു ഡിസയറിലാണല്ലോ അദ്ദേഹം ജീവിക്കുന്നത്. ആ ഒരു ബിലീവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഔട്ട്സ്പോക്കൺ നേച്ചർ ഒക്കെ കാരണം അവിടെ ഉണ്ടായിരുന്ന എലൈറ്റ് ക്ലാസ്സിന് അദ്ദേഹത്തിനെ accept ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. In 1859, Johnson and Ibsen reconciled and united to revitalize Norwegian culture and liberate Norwegian arts from Swedish and Danish influence. Danish influenceൽ നിന്ന് നോർവീജിയൻ ആർട്സിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നോർവീജിയൻ കൾച്ചറിനെ റീവിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജോൺസണും ഇബ്സനും 1859 വീണ്ടും ഒന്നിച്ചു. Johnson cast Ibsen as the guiding literary force to unite Norway culturally, which Ibsen had always craved. Ibsen എപ്പോഴും ആവശ്യമുണ്ടായിരുന്ന നോർവേ കൾച്ചറലി യുണൈറ്റ് ചെയ്യാനുള്ള ഒരു ഗൈഡിംഗ് ലിറ്റററി ഫോഴ്സ് ആയിട്ട് ജോൺസൺ ഇബ്സനെ കാസ്റ്റ് ചെയ്തു. Ibsen wrote the play The Pretenders based on Norwegian history, which was fiercely nationalistic and a huge success. നോർവീജിയൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ് ദ പ്രിറ്റൻഡേഴ്സ് എന്ന് പറഞ്ഞ ഇബ്സന്റെ പ്ലേ. അത് huge success ആയിട്ട് മാറി. The Norwegian government awarded Ibsen a grant to travel to Europe, and he first visited Copenhagen in 1864. നോർവീജിയൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് യൂറോപ്പ് മുഴുവനായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഗ്രാന്റ് നൽകി. അങ്ങനെ അദ്ദേഹം 1864 ഫസ്റ്റ് ആയിട്ട് കോപ്പൻഹാഗൻ വിസിറ്റ് ചെയ്തു. Ibsen's faith in the solidarity of Nordic people was shattered when he saw Denmark abandoned by Sweden and Norway during the Russian invasion. റഷ്യൻ ഇൻവേഷന്റെ സമയത്ത് സ്വീഡനും നോർവേയൊക്കെ ഡെൻമാർക്ക് അബാൻഡൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ നോർഡിക് പീപ്പിളിലുള്ള സോളിഡാരിറ്റിയിലുള്ള ഫെയ്ത്ത് ഒക്കെ ടാച്ചർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. He wrote poems expressing his sense of betrayal and loss and his hatred for the German view while respecting Nordic women. അദ്ദേഹം ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ട് ഈ ബിട്രയലിന്റെയും ലോസിന്റെയും ഒക്കെ സെൻസിനെ ടോപ്പിക് ആക്കിയിട്ട്. അതുപോലെ തന്നെ ജർമൻസിനുള്ള ഹേറ്റഡ് അദ്ദേഹം ഓരോ പോയിന്റ്സിലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോർഡിക് വുമൺ എപ്പോഴും അദ്ദേഹം റെസ്പെക്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. Disillusioned, Ibsen arrived in Rome and spent the next 27 years in self-imposed exile, mostly in Italy and Germany. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഇബ്സൻ റോമിൽ എത്തിയിട്ട് പിന്നീടുള്ള 27 വർഷം അദ്ദേഹം എക്സൈലിലാണ് ജീവിച്ചത്. അതായത് അധികവും ഇറ്റലിയിലും ജർമ്മനിയിലുമായിട്ട്. ഇതാണ് ലാസ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് 5 ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് Susanna Ibsen and Sigurd Ibsen, Ibsen's son, who was also the Prime Minister of Norway 1903-1905. Yeah, that's all about today. ബാക്കി പാർട്ടിൽ നമുക്ക് ബാക്കി ഹെൻറിക് ഇബ്സനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യണം. Yeah, that's all. Bye.